കഷ്ടതയിലെല്ലാരും അകന്നു, ഞാൻ നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. ആശ്വാസത്തിനോരത്താണി തേടി ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി. അവിടെ എന്നരികിൽ എന്നെ പിരിഞ്ഞെങ്ങും പോകാതെ നിൽപ്പൂ നാഥൻ യേശുവൻ രക്ഷകൻ. എൻ്റെ കഷ്ടതയിലെല്ലാരും അകന്നു, ഞാൻ നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. തേങ്ങിക്കരഞ്ഞുകൊണ്ടാമാറിൽ വീണു ഞാനവനോടു ചോദിച്ചു. തേങ്ങിക്കരഞ്ഞുകൊണ്ടാമാറിൽ വീണു ഞാനവനോടു ചോദിച്ചു. എല്ലാരും പോയിട്ടും നീ മാത്രമെന്നെ പിരിയാതെ നിന്നതെന്തേ? എല്ലാരും പോയിട്ടും നീ മാത്രമെന്നെ പിരിയാതെ നിന്നതെന്തേ? നാഥ അകലാതെ നിന്നതെന്തേ? കഷ്ടതയിലെല്ലാരും അകന്നു, ഞാൻ നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. എൻ മുഖം നോക്കി എന്നേശുനാഥൻ എന്നോടു മെല്ലെ മന്ത്രിച്ചു. എൻ മുഖം നോക്കി എന്നേശുനാഥൻ എന്നോടു മെല്ലെ മന്ത്രിച്ചു. ആരെല്ലാം പോയാലും അമ്മ മറന്നാലും ഞാൻ നിന്നെ പിരിയുകില്ല. ആരെല്ലാം പോയാലും അമ്മ മറന്നാലും ഞാൻ നിന്നെ പിരിയുകില്ല.
എല്ലാരുമകന്നു, ഞാൻ നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. ആശ്വാസത്തിനോരത്താണി തേടി ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി. അവിടെ എന്നരികിൽ എന്നെ പിരിഞ്ഞെങ്ങും പോകാതെ നിൽപ്പൂ നാഥൻ. യേശുവൻ രക്ഷകൻ. എൻ്റെ കഷ്ടതയിലെല്ലാരും അകന്നു, ഞാൻ നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. 69 സങ്കീർത്തനം 20 വാക്യം. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ഇതിൽ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വാക്ക് ആശ്വസിപ്പിക്കുന്നവർ എന്നുള്ളതാണ്. ഈ സങ്കീർത്തനം ഒരു മശിഹാ സങ്കീർത്തനമാണ്. ദാവീദ് പ്രവചന ദൃഷ്ട്യാ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സങ്കീർത്തന ഭാഗങ്ങളാണ്. കാരണം അതിൻ്റെ 21 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഈ കാര്യങ്ങളൊക്കെ നാം കാണുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ ഒരു മശിഹാ സങ്കീർത്തനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. 22 സങ്കീർത്തനവും ഇതേ ഗണത്തിൽപ്പെടുന്നതായ ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങളെ മശിഹാ സങ്കീർത്തനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. ഇവിടെ നാം വായിച്ചതായ പദം ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവർക്ക് തീർച്ചയായും വളരെ വലിയ സ്ഥാനമുണ്ട്. സാധാരണഗതിയിൽ കഷ്ടത വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാം രാവിലെ കേട്ടതായ ഗാനം വളരെയധികം അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനമാണ്. അതിൽ പറയുന്നത്, എൻ്റെ കഷ്ടതയിൽ എല്ലാവരും അകന്നു, എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരുമില്ലായിരുന്നു. ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെങ്കിലും എന്നെ ആശ്വസിപ്പിക്കുവാൻ വരുന്നുണ്ടോ? പക്ഷേ ആരെയും കണ്ടില്ല. അവരൊക്കെ തിരക്കുള്ളവരാണ്. അവർക്കൊക്കെ ഒരുപാട് ജോലികളുണ്ട്, അവർക്കൊക്കെ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാനായി ആരും വരുന്നതായി കണ്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ലോക സാഹചര്യങ്ങളിൽ നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് കാണുവാൻ കഴിയും. നമ്മുടെ അരികിലേക്കൊന്ന് വരുവാനോ, നമ്മോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുവാനോ, നമ്മുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുവാനോ, നമ്മെ ആശ്വസിപ്പിക്കുവാനോ ഒക്കെ അടുത്തു വരുന്നവർ വളരെയധികം ചുരുക്കമാണ്. നമ്മെ കണ്ട് ഹായ് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന അധികം പേരും. എന്നാൽ നാം കടന്നു പോകുന്നതായ സാഹചര്യം എന്താണ് എന്നുള്ളത് അടുത്തറിയുവാനോ, നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കുവാനോ അധികം ആരും തുനിയാറില്ല. ദൈവവചനം പറയുന്നത് ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ്. നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? മരണ വീടുകളിലൊക്കെ നാം സാധാരണയായി ചെല്ലാറുണ്ട്. അവിടെ ചെന്ന് ആശ്വാസ വാക്കുകളൊക്കെ പറയാറുണ്ട്. ആശ്വസിപ്പിച്ചതിന് ശേഷമായി നാം അവിടെ നിന്ന് എത്രയും വേഗം മടങ്ങിപ്പോരാറുണ്ട്. നാം അത് സ്വാഭാവികമായും ഒരു ഫോർമലായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ ആരാണ്? ആ ഗാനത്തിൽ നാം കേട്ടതുപോലെ, ആരെല്ലാം പോയാലും അമ്മ മറന്നാലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എല്ലാവരും വിട്ടുപോയാലും
അവിടുന്ന് നമ്മെ വിട്ടുപോകുന്നില്ല. എല്ലാവരും മാറിക്കടന്നു പോയാലും നല്ല ശമരിയാക്കാരനെ പോലെ അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുന്നു. നമ്മുടെ അരികിൽ വന്ന് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, സഹായിക്കുന്നു, മുറിവുകളെ കെട്ടുന്നു. തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കർത്താവ് അനേകരെ ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റാരും ആശ്വസിപ്പിക്കാതെ ഇരുന്ന, ഗൗനിക്കാതെ ഇരുന്ന, നിവൃത്തിയുണ്ടെങ്കിൽ തകർക്കുവാൻ ശ്രമിച്ച അനേകരെ കർത്താവ് ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എത്രയോ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി, അവരുടെ അരികിലേക്ക് വന്നു, അവരെ തലോടി, അവരെ സൗഖ്യമാക്കി. ബെഥെസ്ദാ കുളക്കരയിൽ ആരും ആശ്വസിപ്പിക്കുവാനില്ലാതെ വല്ലാതെ വിഷമിച്ച് കിടന്ന മനുഷ്യനെ കർത്താവ് ആശ്വസിപ്പിച്ചു, അവന് സൗഖ്യം നൽകി, അവനെ ഭവനത്തിലേക്ക് മടക്കി അയച്ചു. പാപിനിയായ സ്ത്രീ, പരീശന്മാരും ശാസ്ത്രിമാരും കല്ലെറിയുവാനായി അവളെയും കൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. അവളെ കല്ലെറിയുവാനായിട്ട് തുടങ്ങുകയാണ്. ആരും അവളെ ആശ്വസിപ്പിക്കുവാനില്ല, ധൈര്യപ്പെടുത്തുവാനില്ല, അവളെ സഹായിക്കുവാൻ ആരുമില്ല. പ്രത്യുത അവളെ ആദ്യം ആരാണ് കല്ലെറിയുന്നത് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാനായി എല്ലാവരും കല്ലുമായി നിൽക്കുകയാണ്. കർത്താവ് അവരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ആദ്യത്തെ കല്ലെറിയുവാനായി തിടുക്കത്തോടെ വന്നവരെല്ലാവരും ആദ്യം തന്നെ മടങ്ങിപ്പോയി. ആശ്വസിപ്പിക്കുവാൻ കർത്താവ് മാത്രം അവളുടെ അരികിൽ അവശേഷിച്ചു. നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ കർത്താവ് മാത്രമാണ്. നമ്മുടെ ഉള്ള സ്ഥിതി അറിയുന്നവൻ കർത്താവ് മാത്രമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നവനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമ്മെ പ്രത്യാശിക്കുമാറാക്കുവാനും കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവ് മാത്രമാണ്. കഷ്ടതയിൽ എല്ലാവരും അകന്നു പോയേക്കാം. നമ്മുടെ അരികിലേക്ക് വരുവാൻ ഒരുപക്ഷെ ആരും ഉണ്ടായില്ല എന്നും വരാം. നമ്മെ ഒന്ന് സഹായിക്കുവാനോ, നമ്മുടെ വാക്കുകൾ കേൾക്കുവാനോ, നമ്മുടെ മനസ്സ് എന്താണെന്ന് വായിക്കുവാനോ, നമ്മുടെ ആവശ്യം എന്താണ് എന്നറിയുവാനോ, നമ്മുടെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കുവാനോ ആരും തയ്യാറായില്ല എന്ന് വരാം. നാം വല്ലാതെ വിഷമിച്ചു പോകാം. എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നാം പരിതപിക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കാം. എന്നാൽ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവ് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു, കർത്താവ് അനേകരെ സൗഖ്യമാക്കി, അവിടുന്ന് ഏറ്റവും വലിയ ആശ്വാസദായകനായിരുന്നു. ഇതാണ് വാസ്തവത്തിൽ നാം കുറിക്കൊള്ളേണ്ടുന്നതായ കാര്യം. അനേകർ നമ്മെ നോക്കുകയാണ്, ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഈ സങ്കീർത്തനത്തിൽ നാം അതാണ് വായിച്ചത്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ നമ്മെ നോക്കുന്നു. നാം അവരെ ആശ്വസിപ്പിക്കുമോ? നാം അവരെ സഹായിക്കുമോ? ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മോട് തിരുവെഴുത്ത് രാവിലെ ചോദിക്കുന്നു, നീ എത്ര പേരെ ആശ്വസിപ്പിക്കുന്നുണ്ട്? എത്ര പേരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്? വാസ്തവത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് ചെല്ലുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ നിൻ്റെ തിരക്കും നിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും മാത്രം നോക്കി പോവുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിൽ സഹായം അർത്ഥിക്കുന്ന, സഹായം ആഗ്രഹിക്കുന്ന, ആശ്വാസം നമ്മിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അവഗണിച്ച് നാം മുൻപോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്? നാം സ്വാർത്ഥമതികളായി തീർന്നിട്ടില്ലേ? നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് തന്നെയുമല്ല, പലപ്പോഴും നമ്മുടെ സഹവിശ്വാസികളെയോ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെയോ നാം ഉപദ്രവിക്കുന്നവരായും തീരുന്നു എന്നുള്ളത് ദയനീയമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഉള്ള പ്രതിബദ്ധത നമുക്കുണ്ട്. അതാണ് നല്ല ശമരിയാക്കാരൻ്റെ ചരിത്രം പറയുന്നതിലൂടെ നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാകണം. നമ്മുടെ കർത്താവ് അതാണ് നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് മാതൃകയായിരിക്കുന്നത് യഥാർത്ഥ ആശ്വാസദായകനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ്. എല്ലാവരും കൈവിട്ടു പോയാലും, ആരെല്ലാം നമ്മെ മറന്നാലും, നമ്മെ മറക്കാത്ത ഒരുവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മുടെ അരികിലേക്ക് വരുന്ന, നമ്മുടെ ഉള്ള നില മനസ്സിലാക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവ് മാത്രമാണ്. എല്ലാവരും വിട്ടുപോയാലും നമ്മെ വിട്ടുപോകാത്ത ഒരുവൻ കർത്താവ് മാത്രമാണ്.
ഒരുപക്ഷെ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്നതായ അനേകർ നമ്മെ കണ്ട് മാറിക്കടന്നു പോകുമ്പോൾ നമ്മുടെ അരികിലേക്ക് വരുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു കരം, ആശ്വസിപ്പിക്കുന്ന ഒരു കരം കർത്താവിൻ്റെ കരം മാത്രമാണ്. ആ കരം നമ്മെ തലോടുന്ന കരമാണ്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ വിട്ടുപിരിയാത്ത കരമാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന കരമാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്ന കരമാണ്. ആ കരത്തിൻ്റെ തലോടൽ അനുഭവിക്കുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ കർത്താവിൻ്റെ തലോടൽ അനുഭവിച്ച് ആശ്വസിച്ചുകൊണ്ട് ഈ ചൂടേറിയ മരുഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അതേസമയം തന്നെ അനേകരെ ആശ്വസിപ്പിക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ നിലയിൽ അനേകർക്ക് ആശ്വാസമായി തീർന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. ആശ്വാസദായകനായ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അനേകർ ഞങ്ങളെ നോക്കുകയാണ്. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് കാണുവാനായി ഞങ്ങളെ നോക്കുന്ന ഒരുപാട് കണ്ണുകളുടെ മുൻപാകെ ഞങ്ങളായിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ എത്രയോ പേരെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. കർത്താവ്, എത്രയോ രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കി, ധൈര്യപ്പെടുത്തി. ഇന്ന് രാവിലെ ആശ്വാസദായകനായ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ, ഞങ്ങളുടെ കഷ്ടതയിൽ എല്ലാവരും ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഞങ്ങളെ വിട്ടുപിരിയാത്ത ഒരുവനായിട്ട് അവിടുന്ന് എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ യഥാർത്ഥമായി ആശ്വസിപ്പിക്കുന്ന ഒരു കരം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ കർത്താവെ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവെ. മനസ്സ് തകർന്നവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ കർത്താവെ. രോഗികൾക്ക് സൗഖ്യം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിലെ നിരാശ ബാധിച്ചവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തി അവരെ സഹായിച്ച് അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവെ. ഒപ്പം അനേകരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുത്തെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന, ആശ്വാസം പ്രാപിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ ഇടയാക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.